എക്സലിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. എക്സൽ ബേസ്ഡ് എന്തോ ഒരു കോമ്പറ്റീഷൻ പ്രോഗ്രാം എന്ന് മനസ്സിലായോ? ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞങ്ങൾ കയറിയത്. എല്ലാവരും പൊതുവെ CV-യിലൊക്കെ എഴുതുന്നതാണ് എക്സൽ സ്കില്ലുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും എഴുതുന്നതാണ്. അപ്പോൾ അത് സാധാരണ നമ്മൾ പഠിച്ചിരുന്ന ഒരു എക്സൽ സ്കില്ല് വെച്ചിട്ട് കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതുവരെ ഇങ്ങനത്തെ ഡാറ്റാസ് ക്ലാസ്സിൽ ചെയ്യുന്നില്ല, കുറച്ചൊരു 5 or 6 അല്ലാതെ അതിൽ കൂടുതൽ ചെയ്യുന്നില്ലല്ലോ. ലൈക്ക് അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ കിട്ടി. നമ്മൾ പ്രൈം+2 സ്റ്റുഡൻസാണ്, അതുകൊണ്ട് അഡ്വാൻസ് എക്സലിൻ്റെ വരെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ് ഹെൽപ്ഫുള്ളായി. ഈ ഒരു ഹാക്കത്തോൺ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഒരു കമ്പനി ചെന്നാൽ ആസ് എ ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ACCA ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡാറ്റ വന്നാൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഇത്തരം പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യണം. ഓൺലൈനിൽ ChatGPT-യിലൊക്കെ സെർച്ച് ചെയ്തിട്ട് മെത്തേഡ്സ് കണ്ടുപിടിച്ച് അവിടെ തന്നെ ഞാൻ പഠിച്ചിട്ടാണ് ഓൾമോസ്റ്റ് ആൻസേഴ്സ് ഒക്കെ ചെയ്തത്. റിയൽ ടൈം ലേണിംഗ് ആയിരുന്നു ഈവൻ ത്രൂ. ഏതൊരു സിനാരിയോയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായിക്കോണമെന്നില്ല. പക്ഷെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ഇത് വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടും, അതിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കണം, എന്നാലേ നമ്മളെ നോളേജ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഒന്ന് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. എൻജോയ് എവറി ബെനിഫിറ്റ് ദാറ്റ് റിലയൻസ് ഈസ് ഗിവിങ്. അല്ലാണ്ട് മാറി നിന്നിട്ട് ഒരു കാര്യമില്ല. കുറേ ഡെവലപ്മെൻറ്റ് ഉണ്ടായ 3 പേരാണ് ഞങ്ങൾ. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും റിലയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ പ്രോഗ്രാംസിനും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അത് എൻജോയ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക.